ഇല്ല, ഞാൻ ആ പേടിനെ ഇതിനു മുന്നേ ഞാൻ അഡ്രസ്സ് ചെയ്തായിരുന്നു. ഈ സിനിമ ഇറങ്ങുന്നത് വരെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അതൊരു സമയത്ത് ഉണ്ടാവുന്ന ട്രോളിങ്ങിൽ നിന്നും അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നതിൽ നിന്നും ഒക്കെ ഒരു മാനുഷികമായിട്ടൊരു ഫീലിംഗ് ആണ്. ഈശ്വര, ഇനി ഇത് കാരണം എൻ്റെ ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒന്ന് എനിക്ക് നഷ്ടമാകുമോ എന്നുള്ളത്. അത് ഞാൻ അതിലൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്ക് അഡ്രസ്സ് ചെയ്തായിരുന്നു. അത് ഈ സിനിമയുടെ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ടെൻഷനാണ്. ലാസ്റ്റ് സീൻ കഴിയുമ്പം കണ്ണ് നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ടാണ് അറിയാം. ആ ഒരു എങ്ങനെയാണ് അത് ഫീൽ ചെയ്തത്? അമ്മ മോൾ ബന്ധം കാണുന്നില്ല, നമ്മളമ്മയെ ജീവിതത്തിലുണ്ടായിരുന്ന അമ്മ, ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ഏത് മക്കൾക്കും ഉണ്ടാവുന്ന ഒരു ഫീലാണ്. അതെങ്ങനെയായിരുന്നു? അതാണ് ഞാൻ നേരത്തെ സാൻജോ പറഞ്ഞത്. താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ അഗൈൻ. എനിക്ക് സിനിമയുടെ കഥ അറിയാം, ഞാൻ അഭിനയിച്ച സിനിമയാണ്. എന്നിരുന്നിട്ടും ഞാൻ ഇത് കാണുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ പലപ്പോഴും പ്ലേസ് ചെയ്തു. ഇപ്പം ഞാൻ അമ്മയുടെ അടി ഉണ്ടാക്കിയിട്ടുള്ള അവസരങ്ങളും മിണ്ടാണ്ടിരുന്നിട്ടുള്ള സമയങ്ങളും ഒക്കെ ഉണ്ട്. പുള്ളി ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ, 22 വർഷമായിട്ട് ഇന്ന് തുടങ്ങുന്ന ആ ഡയലോഗിൽ എൻ്റെ കണ്ണ് ശരിക്കും നിറഞ്ഞായിരുന്നു. കാരണം ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അടുത്തുള്ള സ്നേഹമൊക്കെ ആലോചിച്ചു. അപ്പം എൻ്റെ അമ്മയെ പറ്റി ഞാൻ അവിടെയാണ് കണക്ഷൻ വരുന്നത്. സാൻജുയുടെ ആ സംഭവം വർക്കായി എന്ന് ഞാൻ പറഞ്ഞ് അതാണ് ഞാൻ ആഡ് ചെയ്യാൻ വന്നത് നേരത്തെ. ഇത് വർക്കായി കാരണം എനിക്ക് എൻ്റെ അമ്മയെ കിട്ടി അവിടെ. എന്നുവെച്ചാൽ ഒന്ന് ഒരു ലോങ് ഫോൺ കോൾ ഇന്നുണ്ടാവും, ഉറപ്പായിട്ടും അമ്മയുടെ അടുത്ത് ഉണ്ടാവും. ആ ഒരു ഫീലിംഗ് ആണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ.